എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു യോക്ക് അംബ്രല്ല എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനലാണ്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നോക്കാം. ടോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് 15.5 അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇതേ അളവുകൾ അടയാളപ്പെടുത്തിയതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ തുണിയൊക്കെ വളഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിനായാലും ഏറ്റക്കുറച്ചിലുകൾ അതൊക്കെ വരും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും സെൻറ്ററിലൊക്കെ ഓരോ ഡോട്ടുകൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടാപ്പ് ഉപയോഗിച്ച് തന്നെ നേർരേഖയിൽ വരയ്ക്കാം. അതിന് ശേഷമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. വളഞ്ഞ് പോകുന്നവരൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുന്നതാട്ടോ നല്ലത്. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ, നമുക്ക് ആ ഒരു തുണി നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടോപ്പിന് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രോക്കിന് വേണ്ടിയിട്ട് നമ്മൾ പാവാട, അതായത് അടിഭാഗത്തേക്ക് വേണ്ടിയിട്ട് പാവാടയ്ക്കായിട്ട് വെട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഭാഗത്തൊക്കെ കുറച്ച് തുണി മാത്രമേ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യമേ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിനുള്ള തുണി നമ്മുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഗ്യാപ്പിലൊക്കെ അതായത് തുണികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം തുന്നാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടോപ്പിന് വേണ്ടിയിട്ട് തുണി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. അപ്പോൾ അത് കാരണമാണ് ആദ്യമേ വെട്ടി മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് വേണ്ടിയിട്ട് ഫ്രോക്കിന് വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗം വെട്ടണം. അതായത് ഒരു പാവാട മോഡൽ നമുക്ക് വെട്ടിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അംബ്രല്ലായിട്ട് പാവാട വെട്ടുന്നതിന് വേണ്ടിയിട്ട്, പാവാട അല്ല നമ്മൾ ടോപ്പിൻ്റെ അടിയിലേക്ക് വെക്കാനുള്ള പാവാട വെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തുണീനെ രണ്ടാക്കി മടക്കിയിടാം. അതിനുശേഷം ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ഓപ്പോസിറ്റായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് തുണിയൊക്കെ നല്ല ലെവൽ ചെയ്ത് തന്നെ ഇടണം കേട്ടോ. ഇതുപോലെ ഒരു കോർണറായിട്ട് ഇതേ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. തുണി രണ്ടാക്കി മടക്കിയതിന് ശേഷം ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് ഇത് കൊണ്ടുവരണം. അങ്ങനെ ഇങ്ങനത്തെ ഒരു കോർണർ ഭാഗം കിട്ടും കേട്ടോ. കറക്റ്റ് ഇങ്ങനത്തെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളിതിൻ്റെ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് വേണം. നമുക്ക് ഈ തുണിനെ 4 ആക്കിയിട്ട് ഇടാം. കോണാക്കിയിട്ട് മടക്കി ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് അരവണ്ണത്തിൻ്റെ 4-ൽ 1 ഭാഗം വരയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ 7 എടുക്കുന്നത്. അപ്പോൾ 7 അടയാളപ്പെടുത്തുക, വരച്ചു കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഈ ഭാഗത്തിൻ്റെ അളവ് നമുക്ക് എടുക്കാം. ഇവിടെ 10 കിട്ടും. അപ്പോൾ 10 ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു 7-ൻ്റെ അടുത്ത് കിട്ടും. അത് നമ്മൊരു ഷേപ്പിനെ കൂടെ വരയ്ക്കുക. ശേഷം നമുക്ക് ലെങ്ത്ത് ഒരു 33.5 എടുക്കാൻ പോണത്. 33.5 ഈ റൗണ്ട് ഷേപ്പിൻ്റെ അവിടെ വെച്ചിട്ട് അടയാളപ്പെടുത്താം.
നമ്മൾ ലെങ്ത്ത് എപ്പോഴും ദാ ഇതുപോലെ ഒരാൾ നമ്മുടെ ആ ഒരു നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള മുകൾ ഭാഗത്ത് പിടിക്കുക, മറ്റേ ആൾ എന്ത് ചെയ്യണം, അത് വലിച്ച് പിടിച്ചതാ കറക്റ്റ് അളവിൽ വെച്ച് മാർക്ക് ചെയ്തതാ ഒരു അമ്പർല പോലെ നമുക്ക് വെട്ടി. ഇത് നമുക്ക് പാവാടയായിട്ടും അരപ്പട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു യോക്കിൻ്റെ പാവാടയായിട്ട് മാറ്റാം കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ ഇതൊക്കെ അടയാളപ്പെടുത്തി ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പം അതിന് മുമ്പ് നമ്മളെ ചുളിവുകളൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റ് നോക്കി സ്ട്രെയിറ്റ് ആക്കി തന്നെ ഇടണം കേട്ടോ. അതിന് ശേഷം വെട്ടണം, അല്ലെങ്കിൽ നമ്മൾ ഓരോ സൈഡൊക്കെ ഇറങ്ങാനും കയറാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ വരച്ചു 7 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തു. 7 എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഈ ഒരു കോർണർ ഇതിൻ്റെ അളവ് നമ്മൾ ആദ്യം എടുക്കണം. ഇതിൻ്റെ അളവ് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് അത് എനിക്ക് കിട്ടിയ 10 10 വെച്ചിട്ട് അടയാളപ്പെടുത്താം. അങ്ങനത്തെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുക. അത് നമ്മിനെ കട്ട് ചെയ്ത് മാറ്റാൻ പോകണം. ഇത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് താഴെ നോക്കാം. താഴെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ചെറിയൊരു ഇത് പോഷൻ വന്നിട്ടുണ്ട്, ഇവിടെ നമ്മൾ പീസ് വെച്ച് അടിക്കാം. നമുക്കിനി കട്ട് ചെയ്ത ബാക്കി ഭാഗം മാറ്റാം. കണ്ട നമ്മുടെ ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗം റെഡി ആയിട്ടുണ്ട്. ആദ്യം 4 മടക്കില്ല, എന്നിട്ട് ഇതിപ്പോൾ 2 പാർട്സ് ആയിട്ട് നമ്മൾ മാറ്റണം. തൽക്കാലം ഇത് ഒരെണ്ണത്തുമ്പോൾ തന്നെ വരച്ചിട്ടുള്ളൂ. കഴിഞ്ഞിട്ട് കഴുത്ത് വെട്ടിയ ശേഷം നമുക്ക് മാറ്റാം. അപ്പോൾ കഴുത്തിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കണൊരു 3.2 എടുക്കണത്, 3.25. താഴേക്ക് ലെങ്ത്ത് വരുന്നത് ഒരു 5 എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് 3.25 ഒന്നും കൂടി നോക്കാം കറക്റ്റ് അല്ലേന്ന്. അവിടെ സ്ക്വയർ ഇങ്ങനെ വരയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കൂടെ വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരയ്ക്കാം. ഇനി ഷോൾഡർ എടുക്കുന്നത് ഒരു 2.25 എടുത്തിട്ടുള്ളത്. 2.25 അടയാളപ്പെടുത്തിയതിന് ശേഷം ആം ഹോൾ 6. അപ്പോൾ 6 കൂടെ അടയാളപ്പെടുത്താം. ആം ഹോൾ അടയാളപ്പെടുത്തിയിട്ട് ബാക്കി ഇങ്ങനെ ഇവിടേക്ക് നേരേക്ക് വരയ്ക്കുക. കറക്റ്റ് അല്ലേ നോക്കിയിട്ട് വരയ്ക്കുക. എന്നിട്ട് ആം ഹോളിൻ്റെ ഇവിടെ ഒരു 1 അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്നൊരു മധ്യത്തീ വെച്ചിട്ടൊരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കൈക്കുഴി റെഡിയായി. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 15.5 എടുത്തിട്ടുണ്ട് ഞാൻ. 15 16 ഉണ്ട്. 15 14 നമുക്ക് മതി. 14 നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് മതി. അടിക്കാനുള്ള കൂടെ കൂട്ടിയിട്ട് ഒരു 15 മതി കേട്ടോ. 15 എടുത്ത് അടയാളപ്പെടുത്താം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 10.5 എടുത്തിട്ടുള്ളത്. 10.5 അടയാളപ്പെടുത്താം. ഇവിടെ താഴെ ഒരു 9.5 മതി. 9.5 അടയാളപ്പെടുത്താം. എന്നിട്ട് ഇവിടെ നിന്നൊരു സൈഡിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. നമുക്കിനി കൈക്കുഴി ഇവിടെ ഇങ്ങനെ വെട്ടിയെടുക്കുക. അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വെട്ടാം. ഞാനിവിടെ കൈക്കുഴി ഇപ്പോൾ വെട്ടാൻ പോകണം. കൈക്കുഴി വെട്ടിയാൽ നമുക്ക് ബാക്ക് എടുത്ത് 4 ഇതിനാണ് എടുക്കണതേ, ഒരുമിച്ച് വെട്ടാൻ പറ്റില്ല. നമുക്ക് കൈക്കുഴി വെട്ടി മാറ്റാം.
കൈക്കുഴി വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി സൈഡും കൂടെ നമുക്ക് വെട്ടി മാറ്റാം. നമ്മളത് വെട്ടി മാറ്റിയിട്ടുണ്ട്. നമുക്ക് രണ്ട് ഭാഗം കഴുത്തിൻ്റെ അത് ഇവിടെ നമ്മൊന്ന് വെട്ടി മാറ്റി. ഇങ്ങനത്തെ തുണികളാകുമ്പോഴേ കറക്റ്റ് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. നമ്മളിത് ഇവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതെന്തായാലും കഴുത്തിൻ്റെ കട്ട് ചെയ്ത് പോണ ഭാഗമാണ്. അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളെ ഫ്രണ്ടാണ് കേട്ടത്. ഇനി ബാക്ക് നമുക്ക് അടയാളപ്പെടുത്തണം. അപ്പോൾ ഫ്രണ്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഫ്രണ്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്ക് എടുത്ത് അടയാളപ്പെടുത്തണം കേട്ടോ. ബാക്ക് എടുത്ത് നമുക്കൊരു 4.25 എടുക്കാം. ഇവിടെ പിന്നെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നമുക്കൊരു 3.25 നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ ഒരു കോൺ വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിവിടെ ഇതിങ്ങനെ വരച്ച് കൊടുക്കാം. ബാക്ക് കഴുത്താണത്. ഇനി അത് ബാക്ക് കഴുത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ബാക്ക് കഴുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് വരച്ച് വെച്ചുള്ളത് നമുക്ക് അതും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനത്തെ തുണികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നമ്മൾ വിചാരിക്കുന്നോടത്ത് കിട്ടുന്നില്ല.